എങ്ങനെ പഠിച്ചു തുടങ്ങാം ഓരോ മൊഡ്യൂളും. കാരണം എന്താ, പക്ക ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവും, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് KICB വർക്കർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സ്റ്റഡി പ്ലാനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും വിചാരിക്കുന്നു, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്ത് കാണും വിചാരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് June 3 ആയിരുന്നു. അപ്പോൾ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു. അടുത്ത ലെവൽ എന്താ, ഇനി നമ്മൾ പഠിക്കുക അല്ലേ. പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കണം. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെല്ലാം അപ്ലൈ ചെയ്തു, നല്ലൊരു റാങ്ക് വാങ്ങിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നൊരു ഡൗട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ വീക്കിലി, അതായത് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, കുറേ ആൾക്കാർ പഠിക്കുന്ന അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം ഓരോ മൊഡ്യൂളും. കാരണം എന്താ, പക്ക ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവും, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വീക്കും കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു സിലബസാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഓരോ വീക്കിലും കുറച്ച് കണ്ടൻറ്റ്, അതായത് ഇപ്പോൾ വീക്ക് 1 എടുക്കുകയാണെങ്കിൽ ഞാൻ മൊഡ്യൂൾ 1 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 വരുന്നത് കുറച്ച് ടോപ്പിക്, അതായത് ഫുൾ നമ്മൾ കവർ ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പോവുകയാണ്, കുറച്ച് ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്ത് പഠിക്കുക ആ ഭാഗങ്ങൾ. അതായത് ബേസിക് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് അല്ലേ, പവർ, എനർജി, അങ്ങനെയുള്ള ചെറിയ കണ്ടൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്, അതുപോലെ ചെറിയ പ്രോബ്ലംസുകളൊക്കെ ഒന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫൈൻ സോൾഡർ, ഇലക്ട്രീഷ്യൻ സോൾഡർ, ടിൻമാൻ സോൾഡർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ, അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതായത് ടിൻ ലെഡ്, അതിൻ്റെ കോമ്പോസിഷൻസ് പോലുള്ള കാര്യങ്ങൾ തിയറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു വീക്കിലാണ് കേട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വീക്ക് ഇത്രയും ചെറിയ ടോപ്പിക്, അതായത് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് പോകാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs, അതായത് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നോക്കണം. ബേസിക് ഇലക്ട്രിസിറ്റി, ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിങ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നമ്മളത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 50+ ക്വസ്റ്റ്യൻസ് ഒരു വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ച ശേഷം എന്നാൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് വരുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീക്ക് 1 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീക്കിലോട്ട് പോവാം. അപ്പോൾ വീക്ക് 2 എന്താണ്, അടുത്ത മൊഡ്യൂൾ. കാരണം ഒരു മൊഡ്യൂൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറ്റില്ല. കാരണം എന്താ, ചില ആൾക്കാർക്ക് അത് പറ്റായികയുണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 എന്താ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ വരുന്നുള്ളൂ, ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് ഇതിനകത്ത് ഓംസ് ലോ വരുന്നത് എന്താ, 2 ലോസ്, ഓംസ് ലോയും അതുപോലെ തന്നെ എന്താണ്, ക്രിച്ച്ഹോഫ്സ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. ഓംസ് ലോയുടെ ഗ്രാഫിൽ എങ്ങനെയാണ് നോക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത് നോക്കാം. അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നമ്മളവിടെ വർക്കൗട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് വീക്ക് നോക്കിയേ, വീക്ക് 2 എന്താണ്, മൊഡ്യൂൾ 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാഗ്നറ്റിസം വരുമ്പോൾ നോക്കിയാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, അതിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ നോട്ട് ചെയ്ത് പോവേണ്ടത്.
അത് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇത്രയും ഈ ഒരു മൊഡ്യൂളിന് ഈ ടോപ്പിക്സ് ഞാൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ PSCയിൽ ചോദിച്ചിട്ടുള്ള MCQs ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു കോൺഫിഡൻ്റ് ആണ് അല്ലേ. ഓക്കെ ഞാനിതിൽ ഓക്കെ ആണ്, ഇനി അടുത്ത സെക്ഷൻ നമുക്ക് പഠിച്ചു പോവാന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത നോക്കിയേ വീക്ക് 4 വരുമ്പോൾ നോക്കൂ മൊഡ്യൂൾ 4 ആണ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്. ഈ ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആൾട്ടർനേറ്റിംഗ് കറന്റ് പഠിച്ചു പോയാൽ പോരാ, അതിനകത്ത് കുറച്ച് ടെർമിനോളജീസ് ഒക്കെ ഉണ്ട്. അതായത് പീക്ക് ഫാക്ടർ എന്താ, ഫോം ഫാക്ടർ എന്താണെന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്ത് പോകണം. പിന്നെ എർത്തിങ് എടുക്കുകയാണെങ്കിലും എർത്തിങ് വളരെ ചെറിയൊരു ടോപ്പിക്കാണെന്ന് വിചാരിക്കരുത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് എർത്തിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. അതിനകത്ത് എവിടെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അതിൻ്റെ ഡയമെൻഷൻസ്, ലെങ്ത്, വിഡ്ത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകണം. ഇതിന്നൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എർത്തിങ് പഠിച്ചു പോകേണ്ടതാണ്. ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ മൊഡ്യൂളിനും. പക്ഷേ എന്താണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഇതിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് ആ ഒരു 1.5 hour നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീക്ക് നോക്കൂ, വീക്ക് 5th നമ്മൾ എന്താ ചെയ്യുന്നത്, മൊഡ്യൂൾ 5 ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. മെഷീൻസ് ആണ്. അതായത് DC മെഷീൻ, DC ജനറേറ്റർ, അതിൻ്റെ ടൈപ്പ്. DC മെഷീൻസിലെ DC ജനറേറ്റർ മാത്രമാണ് നമ്മൾ ആ ദിവസം കോൺസെൻട്രേറ്റ്, ആ ഒരു വീക്കിൽ ഫുൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. DC ജനറേറ്റർ എന്താണ്, ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ DC മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, ജനറേറ്റർ ആണ് വരുന്നത്. അപ്പോൾ ജനറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് മോട്ടോർ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ഷണ്ട് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പോൾ ജനറേറ്ററിന് കുറച്ചുകൂടി എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു വീക്ക് ഫുൾ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുക, ജനറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വൈസ്, അതുപോലെ അതിൻ്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. എല്ലാ മൊഡ്യൂൾസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സിലബസ് കണ്ട് കാണും വിചാരിക്കുന്നു. അതിനകത്ത് എന്താ ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വീക്കും അതിൽ ഓരോ ഭാഗങ്ങൾ, അതായത് കുറച്ച് പഠിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ തന്നെ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം എന്ത് ചെയ്യുക, ഓരോ മൊഡ്യൂളും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവേണ്ടതാണ് കേട്ടോ. ഇനി നോക്കിയേ വീക്ക് 6 എന്താണ് നമ്മൾ നോക്കുന്നത്, മൊഡ്യൂൾ 6 അല്ലേ. അപ്പോൾ നമ്മൾ DC ജനറേറ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ജനറേറ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ്, നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, AC മെഷീൻസ് പഠിക്കാം. AC മെഷീൻസിൽ എന്താ, AC മോട്ടർ. AC മോട്ടറിൽ സിംഗിൾ ഫേസും 3 ഫേസും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോട്ട് ചെയ്യുക. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ ഒരു ബുക്ക് നിങ്ങൾ ആദ്യം എടുക്കുക. ഓരോ ബുക്കിലും എന്ത് ചെയ്യണം, ഓരോ മൊഡ്യൂൾസ് വൈസ്, അതായത് മൊഡ്യൂൾ 1 ഒരു ബുക്ക് എടുത്തിട്ട് മൊഡ്യൂൾ 1 എഴുതുക, അതിലെ ടോപ്പിക്സുകൾ എഴുതുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് MCQs നോട്ട് ചെയ്യുക. അങ്ങനെ പഠിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 6 AC മോട്ടർ, അതിനകത്ത് എന്താ പഠിക്കേണ്ടത്, ആ വീക്കിൽ സിംഗിൾ ഫേസും 3 ഫേസ് മോട്ടറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതണം, നോട്ട് എഴുതി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വീക്ക് 7 നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മൊഡ്യൂൾ 7 ആണ്. അതിനകത്ത് എന്താ, മെഷർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നോക്കി, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതിന് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, അതായത് ടോർക്കുകൾ പഠിക്കില്ലേ മെഷറിങ് ഇൻസ്ട്രുമെൻസിൻ്റെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് നോക്കുക. അതുപോലെ ടോർക്കുകൾ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ കവർ ചെയ്ത് വരുന്നത്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നന്നായി പഠിക്കേണ്ട ഭാഗമാണ്. ഈസിയാണ് കേട്ടോ, കാരണം തിയററ്റിക്കൽ ഭാഗമാണ്. ഒരുപാട് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു ഭാഗമാണ് ആ ഇൻസ്ട്രുമെൻസിൽ വരുന്നത്, മെഷറിങ് ഇൻസ്ട്രുമെൻസിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അടുത്ത നോക്കിയേ, വീക്ക് 8 നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾ 8 ആണ്. മൊഡ്യൂൾ 8 ഇലുമിനേഷൻസും ലോസ് ഓഫ് ഇലുമിനേഷൻസും. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതിനകത്ത് ലാമ്പുകൾ റിലേറ്റഡ് ആയിട്ടുള്ള വരും, ടെർമിനോളജീസ് വരുന്നുണ്ട്,
ഓക്കെ, ഓരോ ഫാക്ടേഴ്സ് ടെർമിനോളജീസ് വരും. എന്താണ് ലൂമിനസ് ഫ്ലക്സ്, എന്താണ് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൂമിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരും. അതുപോലെ ലോസ് ഓഫ് ഇലുമിനേഷൻ 2 ലോസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറി പോർഷൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഓരോ ലാമ്പുകളും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ ആ ഭാഗം വരുമ്പോൾ. അതായത് ഇൻകാൻഡിസെൻ്റ് ലാമ്പ്, LED, ഫ്ലൂറസെൻ്റ് ലാമ്പ്, അതിൻ്റെയൊക്കെ എവിടെയാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് വരിക. അപ്പോൾ എന്താണ് ഇലുമിനേഷൻ എന്ന് എഴുതുക, അതിൻ്റെ നോട്ട്സുകൾ എഴുതുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പോൾ നമുക്ക് എന്താ ഇതിന് ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഓട്ടോമാറ്റിക്കലായി കിട്ടും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ടൈം വളരെ കൺസ്യൂം ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാനിതിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഇതെനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ വന്ന് ചേരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് അവിടെ സ്കോറിങ് ചെയ്ത് പോവാം. അടുത്ത നോക്കിയേ, വീക്ക് 9 നമ്മൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 9. വീക്ക് 9 ഞാൻ മൊഡ്യൂൾ 9 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വീക്ക് നമ്മൾ പഠിക്കേണ്ടത് പവർ ജനറേഷനെ കുറിച്ചിട്ടാണ്. അതായത് കൺവെൻഷണൽ എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, വിൻഡ്, അതുപോലെ ന്യൂക്ലിയർ, തെർമൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ, അതായത് പവർ ജനറേഷൻ പറഞ്ഞിട്ട് ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും തോന്നരുത്. അപ്പോൾ നമുക്ക് പറ്റുന്നത്, അതായത് നമുക്ക് 7 days ഉണ്ട് അല്ലേ ഒരു വീക്കിൽ. അപ്പോൾ അതിനകത്ത് എന്താ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒരു ഡേയിൽ എന്താ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാവും. ആ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. കുറച്ച് നേരം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യുക, ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, ആ ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എനിക്ക് ഇന്ന് പവർ ജനറേഷൻ പഠിക്കണം. പവർ ജനറേഷൻ പഠിക്കുമ്പോൾ എനിക്ക് ന്യൂക്ലിയർ മാത്രമാണ് പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ തെർമൽ പവർ പ്ലാന്റിൻ്റെ എന്ത് ചെയ്യുക, ഡയഗ്രാം ഒക്കെ വരയ്ക്കുക, അതിനകത്ത് വരുന്ന പാർട്സുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും എനിക്കിന്ന് പറ്റുള്ളൂ, കുഴപ്പമില്ല, അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കൂടുതൽ നോക്കാം എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു വീക്കിൽ അതിലെ കണ്ടന്റ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം, PYQ വെച്ച് ചെയ്തിട്ടായിരിക്കണം അല്ലേ. PYQസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസിയായി ഫീൽ ചെയ്യും. കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓക്കെ ആണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ച സാധനം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഓക്കെ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അടുത്തത് നോക്കിയേ, വീക്ക് 10 മൊഡ്യൂൾ 10 ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ട്രാൻസ്മിഷനെ കുറിച്ച് മാത്രം അത്രയും നോക്കണ്ടുള്ളൂ. ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഒരു വീക്ക് മതി. ഈ വീക്കിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും. അതായത് 7 days ഉണ്ട്, 1 hour വെച്ചിട്ട് എടുത്താൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ PYQസും നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ മൊഡ്യൂളിലും തന്നിട്ടുള്ള ടോപ്പിക്സിൻ്റെ PYQസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ CC ആപ്പിൽ ഇതിനുള്ള കോഴ്സ് ഉണ്ട്, ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മേലെ കാണുന്ന നമ്പറിൽ നോട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മളിവിടെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് PYQs ഉണ്ട്, അതുപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.